കുഴപ്പമില്ല ചെയ്തു. നല്ല ഭാരം കാണോ? ഒരു 30 കിലോ ആണോ? 30 കിലോ ആണോ? ഹായ്, ഞാൻ സജി ജയമോഹൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പഴയ വീഡിയോ ആണ്. എന്നാൽ അവിചാരിതമായി എൻ്റെ പഴയ ഫയലുകൾ തപ്പുന്നതിനിടയ്ക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ്. പക്ഷേ അന്ന് യൂട്യൂബ് ചാനലൊന്നും ഉള്ളൊരു സമയമായിരുന്നില്ല. പക്ഷേ എങ്കിലും ആ വീഡിയോയ്ക്ക് ഏറെ പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അതിനാലാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആലപ്പുഴ ജില്ലയിലെ പല്ലനയിൽ കലവറ എന്ന ജംഗ്ഷന് സമീപത്ത് നിന്ന് എനിക്കൊരു കോൾ വന്നു. ഞാനൊരു കടലാമ സംരക്ഷകൻ കൂടിയാണെന്ന് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാൻ കഴിയുമായിരിക്കും. ഞങ്ങളുടെ ഗ്രീൻ റൂട്ട്സ് നേച്ചർ കൺസർവേഷൻ ഫോറം എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങളെ അറിയാവുന്ന ആരോ ആണ് അവർക്ക് നമ്പർ കൊടുത്തത്. ഒരു റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് എന്നെ വിളിച്ചത്. ആ വാപ്പ വളരെ സീരിയസ് ആയിട്ടായിരുന്നു എന്നോട് ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞത്. ശക്തമായ കടലാക്രമണമുള്ളൊരു ദിവസമായിരുന്നു. മൺസൂണിൻ്റെ ഒരു സമയത്താണ്. ഏകദേശം ജൂൺ ജൂലൈ മാസത്തിലായിരുന്നു ഈ വീഡിയോ ചിത്രീകരിച്ചത്. പക്ഷേ ശക്തമായ കടലുള്ള ഒരു ദിവസം കൂടിയായിരുന്നു. പാറക്കെട്ടുകൾക്കിടയ്ക്ക് ഒരാമ വലയിൽ കുരുങ്ങി അകപ്പെട്ട് കിടക്കുന്നു എന്നായിരുന്നു ആ വാപ്പയുടെ നിർദ്ദേശം. ആമ എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട ഒരു ജീവിയായതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ വണ്ടിയുമെടുത്ത് ഇറങ്ങി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വളരെ ഉദ്വേഗഭരിതമായി അതിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും അയാളും കൂടി ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. നിർഭാഗ്യവശാൽ ആ സുഹൃത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം. ഒപ്പം തന്നെ എനിക്ക് ഇൻഫർമേഷൻ തന്ന ആ വാപ്പയുടെ പേരും എനിക്ക് ഓർമ്മയില്ല. കുറച്ച് കാലങ്ങളായതിനാൽ എനിക്കത് ഓർത്തെടുക്കാനും കഴിയുന്നില്ല. എങ്കിലും ഈ സമയത്ത് എന്നെ സഹായിച്ച ആ സുഹൃത്തിനും ആ വാപ്പായ്ക്കും നല്ല മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇങ്ങനെ ഒരു കാര്യം എന്നെ വിളിച്ചറിയിക്കാൻ തോന്നിയതും എനിക്കന്ന് ഇടപെടാൻ കഴിഞ്ഞത്. ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളിയാണ് എൻ്റെ സ്വദേശം. എൻ്റെ നാടായ തോട്ടപ്പള്ളി കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് ഗ്രീൻ റൂട്ട്സ് നേച്ചർ കൺസർവേഷൻ ഫോറം എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. കടലാമകളുടെ സംരക്ഷണത്തിനായും അവയുടെ മുട്ടകൾ സംരക്ഷിച്ച് കടലിലേക്ക് യാത്രയാക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ ഈ കൂട്ടായ്മ ആദ്യം രൂപീകരിച്ചത്. പക്ഷേ ആ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിനേറെ സന്തോഷം തരുന്ന നിരവധി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കടലാമയിലൂടെ എനിക്ക് നല്ല നല്ല സൗഹൃദങ്ങളും നല്ല നല്ല ബന്ധങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ കടലാമ തന്ന ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതൊരു ഒലിവറിഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമയായിരുന്നു. കടലിൽ ഉപേക്ഷിക്കപ്പെടുന്നതോ മുറിഞ്ഞു പോയതോ ആയ വലകൾ കടലിലെ നിരവധി ജീവജാലങ്ങൾക്ക് അപകടകരമാണ് എന്നതിനെ ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. കാരണം വലയിൽ കുരുങ്ങുന്ന ഇത്തരം ജീവികളുടെ മരണം വളരെ ദാരുണമാണ്. കൃത്യമായ ഭക്ഷണമോ സ്വാതന്ത്ര്യമോ ലഭിക്കാതെ നാളുകളോളം ഈ വലയുമായി അലഞ്ഞ് ഏതെങ്കിലും ഇത്തരം ദുരവസ്ഥ പിടിച്ച പ്രദേശങ്ങളിൽ വന്ന് അടിഞ്ഞ് ഇല്ലാതാവുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അത്തരത്തിൽ കടലിലൊഴുകി നടക്കുന്ന വലകൾക്ക് പറയുന്ന പേരാണ് ഗോസ്റ്റ് നെറ്റുകൾ അഥവാ പ്രേത വലകൾ എന്നത്. ലോകമെമ്പാടും നിരവധി ജീവികളുടെ മരണത്തിന് കാരണമായിക്കൊണ്ടിരിക്കുന്നു. നമ്മളറിയാതെ നിരവധി കടൽ ജീവികളാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടലിൽ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കടലിലൊരു വലക്കഷ്ണമെങ്കിലും ഒഴുകി നടക്കുന്നത് കാണുകയാണെങ്കിൽ അത് ദയവ് ചെയ്ത് അത് ശേഖരിച്ച് തിരികെ കൊണ്ടുവരണം. ഇത് ഒലിവറിഡ്ലി ഇനത്തിൽപ്പെട്ട ഒരു കടലാമയാണ്. സാധാരണ ഞങ്ങളുടെ തീരമേഖലയിലൊക്കെ മുട്ടയിടാനായി എത്തുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട കടലാമയാണ്. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിലെ പട്ടിക 1 സംരക്ഷിക്കുന്ന ജീവിവർഗമാണ് കടലാമകൾ. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു കടലാമ കല്ലുകൾക്കിടയിൽ അകപ്പെട്ട് കിടക്കുന്ന മാത്രമാണ്. പക്ഷേ ആ ആമയുടെ ശരീരമാകെ വലകൾ കൊണ്ട് ബന്ധിച്ച അവസ്ഥയിലായിരുന്നു. ഒപ്പം തന്നെ മരച്ചില്ലകളും ഈ വലയിൽ കുടുങ്ങിയതോടെ ഈ പാറക്കെട്ടിനിടയ്ക്ക് അതിന് ഒരല്പം പോലും അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ ആ അവസ്ഥയിൽ അതവിടെ കിടന്നിട്ടുണ്ടാവും. എങ്ങനെയോ വഴിയെ പോയ ആളുകളുടെ കണ്ണിൽപ്പെട്ടിട്ടാവാം ഈ ഒരു സേവനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചത്. ഈ ആമയെ തിരിച്ച് തോട്ടപ്പള്ളിയിൽ നിന്ന് തന്നെ കടലിലേക്ക് അന്ന് തന്നെ യാത്രയാക്കി. വനം വന്യജീവി വകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി ആലപ്പുഴ ഡിവിഷനിലെ സേവ്യർ സാറും ഞങ്ങളോടൊപ്പം ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായി. നമ്മുടെ നദികളിലൂടെയും പുഴകളിലൂടെയും ഒക്കെ ഒഴുകിയെത്തുന്ന നിരവധി മാലിന്യങ്ങൾ, ടൺ കണക്കിന് മാലിന്യങ്ങൾ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ
ഇത്തരത്തിൽ മുറിഞ്ഞു പോകുന്ന വലകളോ ഉപേക്ഷിക്കുന്ന വലകളോ ഉണ്ടാക്കുന്ന ദുരവസ്ഥ വളരെ വലുതാണ്. ലോകമെമ്പാടും ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ പരിധിയാൽ കാണാൻ കഴിയും. കടലിലെ ജീവജാലങ്ങൾ നിലനിൽക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. അതിനാൽ ബുദ്ധിയുള്ള മനുഷ്യർക്ക് മാത്രമേ അവയെ സംരക്ഷിക്കാനുമാവൂ. അപ്പോൾ മനുഷ്യജീവിയായ നമ്മൾ ഉത്തരവാദിത്തോടെ പെരുമാറണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ജീവികളെയും കൊന്നൊടുക്കിയും ഇല്ലായ്മ ചെയ്തും മനുഷ്യന് മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ്. തലച്ചോറ് കൊണ്ട് മികച്ചവനാണെങ്കിലും അവൻ്റെ ശാരീരികമായ പ്രത്യേകതകൾ കൊണ്ട് പ്രകൃതി നൽകുന്ന ചെറിയ പ്രത്യാഘാതങ്ങളെപ്പോലും നേരിടാൻ കഴിവുള്ളവനുമല്ല എന്ന് നമ്മൾ പലയാവർത്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രകൃതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ നമുക്ക് ചെയ്യാം.